പ്രോബബിലിറ്റി ഓഫ് നമ്പേഴ്സ് പഠിച്ചു, പ്രോബബിലിറ്റി ഓഫ് ജോമെട്രിക്കൽ ഷേപ്പും പഠിച്ചു. ഇനി നമുക്ക് പ്രോബബിലിറ്റി ഓഫ് പെയേഴ്സ്, അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്. രജനി ഹാസ് 3 നെക്ലേസസ് ആൻഡ് 3 പെയേഴ്സ് ഓഫ് ഇയറിങ്സ് ഓഫ് ഗ്രീൻ, ബ്ലൂ ആൻഡ് റെഡ് സ്റ്റോൺസ്. അതായത് പച്ച, നീല, ചുവപ്പ് എന്നീ കല്ലുകൾ പതിപ്പിച്ച 3 നെക്ലേസും 3 ഇയറിങ്സും ഉണ്ടായിരുന്നു ആർക്ക്? രജനിക്ക്. ഇൻ വാട്ട് ആൾ ഡിഫറെൻറ്റ് വേസ് ക്യാൻ ഷീ വിയർ ദം. ഇത് വ്യത്യസ്ത രീതികളിൽ എങ്ങനെയെല്ലാം അവർ ധരിക്കും. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഹർ വിയറിങ് ദ നെക്ലേസ് ആൻഡ് ഇയറിങ്സ് ഓഫ് സെയിം കളർ. എന്തൊക്കെ കണ്ടുപിടിക്കണം? ഒരേ കളറിലെ നെക്ലേസും ഇയറിങ്സും ധരിക്കാൻ പറ്റുന്ന സാധ്യത എത്രത്തോളമുണ്ട്. അതുപോലെ ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സ്, വ്യത്യസ്ത കളറിൽ എങ്ങനെയൊക്കെ ഇയറിങ്സും നെക്ലേസും ധരിക്കുക, അതിൻ്റെ സാധ്യത അല്ലെങ്കിൽ പ്രോബബിലിറ്റി എത്രത്തോളമുണ്ട്, അതാണ് നമുക്കിവിടെ കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നെക്ലേസ് ബ്ലൂ, ഗ്രീൻ, റെഡ്. അതുപോലെ ഇയറിങ്സ് അതും ബ്ലൂ, ഗ്രീൻ, റെഡ്. നമുക്ക് പെയർ ചെയ്യാം. എങ്ങനെ പെയർ ചെയ്യും? ബ്ലൂ കൊണ്ട് എല്ലാം പെയർ ചെയ്യുക. അപ്പോൾ എങ്ങനെ വരും? BB, BG, PR. അടുത്ത ഗ്രീൻ കൊണ്ട് എല്ലാം പെയർ ചെയ്യുക. GB, GG, GR. ഇനി R കൊണ്ടെല്ലാം പെയർ ചെയ്യുക. RB, RG, RR. ഓക്കെ, 3 × 3 9. ഇപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് പെയേഴ്സ് ഇതിൽ ചോദിച്ചിരിക്കുന്നു. സെയിം കളർ വിയർ ചെയ്യാൻ കഴിയുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെ, അല്ലെങ്കിൽ പ്രോബബിലിറ്റി സാധ്യത ഏതൊക്കെ, ഡിഫറെൻറ്റ് കളേഴ്സ് വിയർ ചെയ്യാനുള്ള സാധ്യത ഏതൊക്കെ. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് വിയറിംഗ് സെയിം കളർ ഓഫ് ഇയറിങ്സ് ആൻഡ് നെക്ലേസ് 1, 2, 3. 3/9, that is 1/3. A probability of wearing different colors of necklace and earrings 1, 2, 3, 4, 5, 6. 6/9, 2/3. Okay, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. A box contains 4 slips numbered 1, 2, 3, 4 and another box contains 2 slips numbered 1, 2. If one slip is taken from each, what is the probability of the sum of numbers being odd? What is the probability of the sum of being even? അതായത് 2 ബോക്സുകളുണ്ട്. ഒരു ബോക്സിൽ 1, 2, 3, 4 എന്നീ അക്കങ്ങൾ എഴുതിയ സ്ലിപ്പ് ഇട്ടിട്ടുണ്ട്. രണ്ടാമത്തെ ബോക്സിൽ 1, 2 എന്നീ അക്കങ്ങൾ എഴുതിയ സ്ലിപ്പ് നിക്ഷേപിച്ചിട്ടുണ്ട്. എങ്കിൽ ഓരോ ബോക്സിൽ നിന്നും 2 സ്ലിപ്പ് വീതം എടുക്കുമ്പോൾ അതിൻ്റെ തുക കാണുന്ന സമയത്ത് ഓഡ് നമ്പർ കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രത്തോളമുണ്ട്, അതുപോലെ ഈവൻ നമ്പർ കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രത്തോളമുണ്ട്, അതാണ് ചെക്ക് ചെയ്യേണ്ടത്. ആദ്യം നമുക്ക് പെയേഴ്സ് ആക്കാം. നമ്പേഴ്സ് 1, 2, 3, 4, അതുപോലെ 1, 2. നേരത്തെ പറഞ്ഞിരുന്നു, ഈ 1 കൊണ്ട് ഇതിനെ രണ്ടിനെയും ആദ്യം എന്ത് ചെയ്യുക? പെയർ ചെയ്യുക. 2 കൊണ്ട് ചെയ്യുക, 3 കൊണ്ട് രണ്ടിനെയും ചെയ്യുക, 4 കൊണ്ടും രണ്ടിനെയും ചെയ്യുക. അപ്പോൾ 2. ഇനി ടോട്ടൽ നമ്പർ ഓഫ് പെയേഴ്സ്, പോസിബിലിറ്റി ഓഫ് ഗെറ്റിംഗ് സം ഓഫ് ഓഡ് നമ്പേഴ്സ് ഈക്വൽ ടു, നോക്കൂ, ഇത് കിട്ടില്ല, ഇത് കിട്ടും. 1, 2, 2, 1. ഇത് കിട്ടില്ല, ഇത് കിട്ടില്ല, ഇത് കിട്ടും. 3, 2, അത് കിട്ടും. 4, 1, 4, 2 കിട്ടില്ല. അപ്പോൾ എത്രയാണ്? 1, 2, 3, 1, 2, 3, 4, 4 ആണല്ലേ. ഓക്കെ, ടോട്ടൽ എത്രയാണ്? 8. അതിൽ 4. അപ്പോൾ എന്താ? 1/2.
ഇനി പോസിബിലിറ്റി ഓഫ് ഗെറ്റിംഗ് സം ആസ് എ ഈവൻ, അത് എത്ര തന്നെയാണ്? 4 തന്നെയാണ്. 8ൽ 4 1/2. ഓക്കെ, നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എ ബോക്സ് കണ്ടെയ്ൻസ് 4 സ്ലിപ്സ് നമ്പേർഡ് 1 2 3 4 ആൻഡ് അനദർ ബോക്സ് കണ്ടെയ്ൻസ് 3 സ്ലിപ്സ് നമ്പേർഡ് 1 2 3. ഇഫ് one slip is taken from each, what is the probability of the product being odd and the probability of the product being even? നേരത്തെ പോലെ തന്നെയാണ്. അങ്ങനെ എന്താണ്, സ്ലിപ്പുകൾ ബോക്സിനകത്ത് ഇട്ടിട്ടുണ്ട്. അതായത് ആദ്യത്തിൽ 1 2 3 4 എന്നെഴുതിയ സ്ലിപ്പുകൾ രണ്ടാമത്തിൽ 1 2 3. എന്നിട്ട് ഓരോ ബോക്സിൽ നിന്നും ഓരോ സ്ലിപ്പ് വീതം എടുത്തിട്ട് അതിൻ്റെ പ്രോഡക്റ്റ് നോക്കുമ്പോൾ ഓഡ് കിട്ടുന്ന പോസിബിലിറ്റി എത്ര, ഈവൻ കിട്ടുന്ന പോസിബിലിറ്റി എത്ര. പെയർ ചെയ്തിട്ടുണ്ട്. ഈ 1 കൊണ്ട് ഇതിനെ 3നെയും പെയർ ചെയ്യുക, 2 കൊണ്ട് ചെയ്യുക, 3 കൊണ്ട് ചെയ്യുക, 4 കൊണ്ട് ചെയ്യുക. ചെയ്യുമ്പോൾ 12 പെയേഴ്സ് കിട്ടും, 12. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് പെയേഴ്സ് 12 ആണ്. ഈ പോസിബിലിറ്റി ഓഫ് ഗെറ്റിംഗ് പ്രോഡക്റ്റ് ആസ് ഓഡ് നോക്കൂ. 1 1 1 2 കിട്ടില്ല, 1 3 2 1 കിട്ടില്ല, 2 2 കിട്ടില്ല, 2 3 കിട്ടില്ല, 3 1 3 2 കിട്ടില്ല, 3 3 കിട്ടും, 4 1 കിട്ടില്ല, 4 2 കിട്ടില്ല, 4 3യും കിട്ടില്ല. അപ്പോൾ എത്ര എണ്ണം കിട്ടും? 4 ഡിവൈഡ് ബൈ ടോട്ടൽ 12 1/3. Probability of getting product as even 1 2 2 1 2 2 2 3 3 2 4 1 4 2 4 3. അപ്പോൾ 8 പേഴ്സ് ഉണ്ട്. 8/12. 4 കൊണ്ട് പോവില്ലേ, 4 2 ടൈംസ് 4 3 ടൈംസ് 2/3.